നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ദശമസ്കന്ധം 87-ാം അധ്യായം. ഇനി 15-ാമത്തെ ശ്ലോകമല്ലേ? അതെ, വേദസ്തുതി 2-ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം. ഇടയ്ക്ക് ആരൊക്കെയോ സ്തുതിഗീത എടുക്കുന്നു എന്ന് കേട്ടിട്ട് കുറെ പേര് ക്ലാസ്സിൽ കയറട്ടെ എന്ന് ചോദിച്ച് പുതിയ കുറെ ആൾക്കാർ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു ശ്ലോകവും ആമുഖവും ഞാൻ നന്നായിട്ട് പറഞ്ഞിരുന്നു. അത് കേട്ടു നോക്കിയിട്ടാണെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഇതിലെ വാക്കുകളും ആശയങ്ങളും മനസ്സിലാക്കാൻ ഉപകരിക്കും എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പൊ ഇന്ന് കയറുന്നവർക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സിലെ ലിങ്ക് കിട്ടും. അത് വെച്ചൊന്ന് പഠിച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വരികയാണെങ്കിൽ ഒരു ഗുണമുള്ളത്, ഈ ശ്രുതിഗീതയിൽ ഉപയോഗിക്കുന്ന പദങ്ങളും വാക്യങ്ങളും ഒന്നും അതിൻ്റെ വാച്യാർത്ഥമല്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു. അത് വിട്ട് ലാക്ഷണികമായ അർത്ഥത്തിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ തന്നെ ചിലയിടത്ത് അത് വിട്ടും വിടാതെയും അർത്ഥം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊല്ലേ ഒരു മുഖവുരയുടെ പാഠം ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ കുറെ കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് 2-ാം ശ്ലോകം മുതൽ തുടരാം. 1-ാമത്തെ ശ്ലോകത്തിലെ എന്താണ് വേദങ്ങളിലെ സ്തുതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഭഗവാനെ സ്തുതിക്കുന്നു വേദങ്ങൾ. എങ്ങനെയാണ്? ജയ ജയ ജഹി അജാമജിത ദോഷഗൃഭീത ഗുണാം ത്വമഫിയദാത്മന സമവരുദ്ധ സമസ്തഭക അഗജഗദോകഫാമഖിലശക്തി അവബോധകതേ ക്വചിത് അജയാത്മനാതരതോ അനുചരേത് നിഗമ എന്ന്. ഈ ശ്രുത്യഭിമാനികളായ ദേവതകളാണ് ഇവിടെ സ്തുതിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ജയശബ്ദം കൊണ്ട് ഇവിടെ സ്തുതി തന്നെയാണെന്ന് സ്പഷ്ടമാണ്. അങ്ങയുടെ ഈ പ്രകൃതിയെ ഉപേക്ഷിച്ചാലും എന്നാണ് നിവേദനം സ്തുതിയിലൂടെ. അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളുടെ ജന്മമരണ രൂപമായ ബന്ധനത്തിന് ആദി കാരണമായിരിക്കുന്നത് മായയാണ്. ആ മായ ഒന്ന് ഉപേക്ഷിച്ചു തരണമേ എന്ന് വേദങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും അധികം നമ്മെ മയക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത്, ഖേദിപ്പിക്കുന്നത് മായയാണ്. വേദം ആദ്യം സ്തുതിക്കുന്നത് ഈ മായാശക്തിയെ ഒന്ന് മാറ്റി തന്ന് ഞങ്ങളെ കടാക്ഷിക്കണം. ജയ ജയ ജഹി അജാം, അജയെ ഒന്ന് ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റണം. അതിൻ്റെ ഗുണദോഷങ്ങളാണ് താഴെ പറഞ്ഞ മുഴുവൻ. ദോഷഗൃഭീത ഗുണമാണ്. അങ്ങാകട്ടെ സമവരുദ്ധ സമസ്തഭകനാണ്. അകം ജഗത് ഓകഫാം അഖിലശക്തി അവബോധകനായ അങ്ങയ്ക്ക് ചിലയിടത്ത് അജയായ ആത്മാവ് കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് വേദങ്ങൾ അതിനെ പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. ഈ മായയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഈ മായ നമുക്കിവിടെ വേണം. മായ ഉള്ളത് കൊണ്ടാണ് വേദങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഒക്കെ കണ്ടെത്തി പഠിക്കാനും നമുക്കിവിടെ അവസരം ഉണ്ടാക്കി തന്നത് മായയുടെ ശക്തി കൊണ്ടാണ്. ഇതാണ് ജഹദ് അജഹൽ ലക്ഷണം. മായയെ വിടാനും പറ്റില്ല, വിടുകയും വേണം. അപ്പൊ എന്താണ്? ആദ്യം മായയിൽ കൂടി സഞ്ചരിച്ച് മായ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. വേദവാക്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ട് അതിലെ വാക്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ സാരാംശത്തെ സ്വീകരിച്ച് രക്ഷത്തിരിക്കുക. ഒരൊറ്റ ആശയമാണ് 1-ാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. ഇനി അത് 2-ാമത്തെ അല്ലെങ്കിൽ 15-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ബൃഹദുപലബ്ധമേതദവയന്തി അവശേഷതയാം യഥാ ഉദയാസ്തമയോ വികൃതേ മിതിവ
അവികൃതാത് അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണം ബൃഹത് ഉപലബ്ധം ഏതത് അവയന്തി അവശേഷതയാ ബൃഹദുപലബ്ധമേതത് അവയന്തി അവശേഷതയാ ബൃഹത് ഉപലബ്ധം ഏതത് ഉപലബ്ധം ലഭിച്ചത് അനുഭവിച്ചറിഞ്ഞത് കണ്ടത് കേട്ടത് ഇതൊക്കെയാണ് ഉപലബ്ധമായത്. ഉപലബ്ധം ഏതത് ബൃഹത്ത് ഉപലബ്ധമായി ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്ത് ബൃഹത്ത് തന്നെയാണ്, വലുത് തന്നെയാണ്. ബൃഹത്ത് എന്ന് വെച്ചാൽ വലുത് എന്നർത്ഥം. ഇവിടെ ലഭിച്ചിരിക്കുന്ന അതായത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന ബ്രഹ്മം, ഞങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് ധരിച്ചത് അത് ബൃഹത്താണ്. ഉപലബ്ധം ഏതത് ബൃഹത് അവയന്തി, അവയന്തി അറിയുന്നു, മനസ്സിലാക്കുന്നു. അവയന്തി ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ്? അവശേഷതയാ, അവശേഷമാവൂ എന്നുള്ള അവസ്ഥ കൊണ്ട്, ഒന്നും ശേഷിക്കാതിരിക്കുന്നതാണ് അവശേഷമായിരിക്കുക എന്നർത്ഥം. എല്ലാറ്റിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു, അങ്ങില്ലാത്ത ഒരു വസ്തു ഇവിടെ ഇല്ല. അങ്ങനെ അവശേഷമായി ഞങ്ങൾ അങ്ങയെ നന്നായി അറിയുക തന്നെ ചെയ്യും. അവയന്തി. ഇപ്പൊ ബ്രഹ്മം എന്നിപ്പ നമ്മൾ അറിയുന്നതും കാണപ്പെടുന്നതും അനുഭവിക്കുന്നതും ഒക്കെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അത് ബൃഹത്താണ്. ബ്രഹ്മണാത് ബ്രഹ്മ ഉച്യത്തെ എന്ന് ബ്രഹ്മത്തെ നിർവചനം പറയും. ബ്രഹ്മണം ചെയ്യുന്നത് കൊണ്ട്, ബ്രഹ്മണം ചെയ്യുന്ന അർത്ഥം വളർന്ന് വലുതാകുന്നത് കൊണ്ട് ഈ ചരാചരത്തിൽ അങ്ങയുടെ ശക്തി ഇല്ലാത്ത ഒന്നുപോലും ഇവിടെ നിലനിൽപ്പില്ല. അപ്പൊ അങ്ങ് എന്താണ് അവശേഷമായി നിൽക്കുക എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ അറിയുന്ന ഈ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിൽ എന്താണ് ഒന്നും ശേഷിക്കാതെ അങ്ങ് മാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള അവസ്ഥ അറിയുന്നതുകൊണ്ടാണ്. ബൃഹദ് ഉപലബ്ധം ഏതത് അവയന്തി അവശേഷതയാണ്. യതഃ എന്തുകൊണ്ടെന്നാൽ യാതൊന്നിൽ നിന്ന് ഉദയാസ്തമയവും, ഉദയവും അസ്തമയവും, ഉദയാസ്തമയവും യതഃ ഉദയാസ്തമയങ്ങൾ യാതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത്? വികൃതേഹി മൃതി വാ, വികൃതേഹി വികാരമുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത്, മൃതി വാ മണ്ണിൽ ആകട്ടെ, മൃതി മൃത്ത് മണ്ണ്, മൃതി മണ്ണിൽ. വികാരത്തിന് യാതൊന്നിൽ നിന്ന് വികൃതിക്ക് മണ്ണിൽ എന്ന പോലെ ഉദയാസ്തമയങ്ങൾ ഉണ്ടാകുന്നു. നമ്മള് ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്നു. നിലത്ത് നമ്മുടെ ഭൂസ്പർശം ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ചെരുപ്പിടുന്നു, അല്ലെങ്കിൽ ഒരു കല്ലിൽ ചവിട്ടുന്നു, ഒരു ഇഷ്ടികയുടെ മേൽ ചവിട്ടുന്നു, ഒരു പലകയുടെ മേൽ ചവിട്ടുന്നു. ഇപ്പം എനിക്ക് ഭൂസ്പർശമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അഭിമാനിക്കുക. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് എവിടെയാ തൊടുക? ഭൂമിയില്ല. ഞാൻ വെച്ച കല്ലും കട്ടയും ഈ സിമെന്റും ഈ പദാർത്ഥങ്ങളും ഒക്കെ എവിടെയാണ്? ഭൂമിയിലാണ് സ്പർശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ എവിടെ കാലടി വെച്ചാലും അത് ഭൂമിയിൽ തന്നെ വയ്ക്കപ്പെട്ടതായി വരും, മറ്റൊന്നിൽ വെച്ചതായി വരികയില്ല. മൃതിവ
ഉദയാസ്തമയവും ഉൽപ്പത്തിയും ലയവും അതുകൊണ്ട് ഋഷിമാർ അവികൃതാത് വികാരത്തോടു കൂടാത്തതായ യാതൊന്നിൽ നിന്ന് മൃതി വാ അവികൃതാത് അവികൃതം വികാരമുണ്ടാകാത്തതായ ആ ബ്രഹ്മത്തിൽ നിന്ന് അങ്ങയിൽ നിന്ന് യതഃ ഉദയാസ്തമയവും മൃതി വാ വികൃതേ അതിന് വികാരം മാറ്റം ഉണ്ടാകുന്നതാണ്. ബ്രഹ്മത്തിന് ഒരു മാറ്റവും ഉണ്ടാവാത്തതാണ്, പക്ഷെ ഉദയാസ്തമയങ്ങൾ മാറ്റം ഉണ്ടാകുന്നതാണ്. ഉദയാസ്തമയങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ. ഭൂമിയിലെ മണ്ണിൽ ചവിട്ടുന്നത് പോലെ. ഇപ്പൊ വാസ്തവത്തില് ഈ ഉദയാസ്തമയങ്ങൾ ഉപാധികൾ മാത്രമാണ്. മണ്ണിൽ കാലുവയ്ക്കുന്നതിന് പകരം ചെരുപ്പിൽ കാലുവയ്ക്കുന്നത് ഒരു ഉപാധിയിൽ വെച്ച് വയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ നാമധേയങ്ങൾക്ക് മാത്രമേ ഇവിടെ വൈവിധ്യമുള്ളൂ. മാറ്റമുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. മാറ്റമുണ്ടാകാതിരിക്കുന്നത് ആരാണ്? അങ്ങാണ്. മണ്ണിനാണ് മാറ്റമുണ്ടാവാതിരിക്കുന്നത്. മണ്ണിന് ഒരു മാറ്റമില്ല, പക്ഷെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അനേകം പാർത്ഥിവ പദാർത്ഥങ്ങൾ പലതായിട്ട് വലുതായിട്ട് ചെറുതായിട്ടൊക്കെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. ഇതെല്ലാം എന്തുതന്നെയാണ്? മണ്ണിന്റെ രൂപഭേദം തന്നെയാണ്. ഇതുപോലെയാണ് അങ്ങയുടെ രൂപഭേദങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. ഇപ്പൊ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അങ്ങയ്ക്ക് വേദം അങ്ങയെ സ്തുതിക്കുമ്പോൾ, നിരുപാധികമായ ബ്രഹ്മത്തെ സ്തുതിക്കുമ്പോൾ, ഈ വേദത്തിൽ ബ്രഹ്മത്തെ മാത്രമല്ലല്ലോ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, പിന്നെന്താണ് എത്രയോ ദേവതകളെ സ്തുതിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. അപ്പൊ വേദം ബ്രഹ്മത്തെ സ്തുതിക്കുന്നു പറയാൻ പറ്റുമോ? ഇന്ദ്രനെ സ്തുതിക്കുന്ന സൂക്തമുണ്ട്, അഗ്നിയെ സ്തുതിക്കുന്ന സൂത്രം അവിടെയാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ വേറിട്ട് 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 നിൽക്കുന്ന പദാർത്ഥങ്ങളല്ലേ? അപ്പൊ വേദം അഗ്നിയല്ലേ സ്തുതിക്കുന്നത്? അങ്ങയല്ലല്ലോ. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ചെരുപ്പിൽ ചവിട്ടിയാലും മണ്ണിൽ തന്നെയാണ് ചവിട്ടുന്നത്. അഗ്നിയെ സ്തുതിച്ചാലും അത് അങ്ങേക്കുള്ള സ്തുതിയായിരിക്കും. വരുണനെ സ്തുതിച്ചാലും അത് അങ്ങേക്കുള്ള സ്തുതിയായിരിക്കും. അതുകൊണ്ടാണ് അവികൃതാത് മൃതി വികാരഹ. ഒരു വികാരവും ഉണ്ടാത്ത ബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ ഈ വികാരങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഉദയാസ്തമയങ്ങളെ പോലെയാണ്. കൽപ്പാന്ത പ്രളയത്തിലും അവശേഷിക്കുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. അവശേഷതയാ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം അങ്ങ് തന്നെയാണ്. ഈ ഉണ്ടാകുന്ന സകല പദാർത്ഥങ്ങളും ഇല്ലാണ്ടാകുകയും ചെയ്യും. പക്ഷെ പ്രളയത്തിൽ ആര് തന്നെ ഉണ്ടാവും? അങ്ങ് തന്നെ ഉണ്ടാവും. തത്ര ഏകസ്ത്വമശിഷ്യഥാഖില പരാനന്ദ പ്രകാശാത്മന എന്ന് മേൽപ്പത്തൂർ ഒരു വരിയുടെ വെക്കിയിട്ടുണ്ട്. തത്ര ഏകസ്ത്വമശിഷ്യഥാ, ഹേ ബ്രഹ്മസ്വരൂപനായ ഭഗവൻ അങ്ങ് മാത്രമേ അവശേഷിക്കൂ. അവശേഷതയാ യത് അവഭാതി എന്ന് സ്തുതിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇല്ലണ്ടാവും. ഇന്ദ്രനില്ല, അഗ്നിയില്ല, വായുവില്ല, ആകാശമില്ല, പൃഥ്വിയില്ല, ഇതൊന്നുമില്ല. ഇതെല്ലാം ഇല്ലാണ്ടാവും. ഏതുപോലെയാണ്? മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കൂജ, കുടം, കലം, ഗ്ലാസ്, ചിരട്ട, തവി, ചരുവം, ഇങ്ങനെ എത്ര എണ്ണം മണ്ണുകൊണ്ടുണ്ടാക്കാം. ഈ പദാർത്ഥങ്ങളിലെല്ലാം ഉൽപ്പത്തിക്കും അതിൻ്റെ ലയത്തിനും കാരണം മണ്ണ് തന്നെയാണ്. കാരണം മണ്ണ് കുഴച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്.
അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് ഭൂമിയിലേക്ക് നമ്മൾ ഇടും, അതലിഞ്ഞ് വീണ്ടും മണ്ണാകും. അത് തന്നെ എടുത്ത് വീണ്ടും എന്ത് ചെയ്യും? കുടമുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ വാസ്തവത്തിൽ ഉൽപ്പത്തിയും ലയവും ഈ മണ്ണിൽ കാണപ്പെടുന്നത് പോലെയാണ്. എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിക്കും ലയത്തിനും സ്ഥാനം അങ്ങ് തന്നെയാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും മുഖ്യ കാരണം അങ്ങ് തന്നെയാണെന്ന് ചിന്തിക്കും. കാര്യങ്ങളൊക്കെയും കാരണാത്മകങ്ങളായിരിക്കുമെന്ന ന്യായമനുസരിച്ചും ഇതിന്റെ കാരണസ്വരൂപൻ അങ്ങ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. ബൃഹത് ഉപലബ്ധം ഏതത് അവയന്തി അവശേഷതയാ യതഃ ഉദയാസ്തമയോ വികൃതേഹി മൃതി വാ അവികൃതാത്. അതഃ അതുകൊണ്ട് ഇതാണ് സത്യം. അപ്പൊ ഇവിടെ കാണുന്ന സകല പദാർത്ഥങ്ങളും ആരാണ്? അങ്ങ് തന്നെയാണ്. ഇന്ദ്രനെ സ്തുതിച്ചാൽ അത് അങ്ങയിലേക്ക് എത്തും. ദേഹത്ത് വെള്ളമൊഴിച്ച് ദേഹം കഴുകി വൃത്തിയാക്കിയാൽ ആ വെള്ളം എവിടേക്ക് ചെല്ലും? ഭൂമിയിലേക്ക് ചെല്ലുക. ഇങ്ങനെ ഒരു കാര്യത്തിന് മറ്റൊരു കാരണം സംഭവിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും അങ്ങയുടെ രൂപാന്തരങ്ങളായി തീരുന്നത് കൊണ്ട് ആ പദാർത്ഥങ്ങളൊക്കെ ഇല്ലാണ്ടായാലും അങ്ങ് മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് വേദങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നത് തൊട്ടുമുമ്പിൽ കാണപ്പെടുന്ന പഞ്ചഭൂതാത്മകമായ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു എന്നുള്ള ദിഗ്ദേവതകളെയും പഞ്ചഭൂതങ്ങളിലെ ദേവതകളെയുമാണ് വേദം സ്തുതിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന്റെ മറുപടിയാണ്. ചോദ്യം ഇതിനകത്തില്ല, അത് നമ്മൾ ഊഹിച്ചിരിക്കണം. ഇതിനകത്ത് മറുപടിയേ ഉള്ളൂ. സിദ്ധാന്തപക്ഷം മാത്രമേ ഉള്ളൂ. ചോദ്യപക്ഷങ്ങൾ ഇതിനകത്തില്ല, പ്രശ്നപക്ഷങ്ങൾ ഇതിനകത്തില്ല. അത് സംസ്കൃത ഭാഷയുടെ ശാസ്ത്ര കൗതുകത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത്. മഹാഭാഷ്യയൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ഉത്തരം പറയും, ചോദ്യം അവിടെ കാണില്ല. ഉത്തരത്തിന് ചോദ്യം മനസ്സിലാക്കണം. ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ഇതാണ്. ഇന്ദ്രാദികളായ അഗ്നി മുതലായ എത്രയോ ദേവതകളെ വേദം സ്തുതിക്കുന്നു. അങ്ങ് വളരെ ബൃഹത്താണ്, പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ സ്തുതിക്കേണ്ടത്? അത് വിട്ടിട്ട് അപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് ഉപലബ്ധമാകുന്നത് അനേക രൂപഭേദങ്ങൾ കാണപ്പെടുന്ന വസ്തുക്കൾ മാത്രമാണ്. അപ്പം എനിക്ക് അനുഭവിച്ചറിഞ്ഞ് ഉപയോഗിക്കണമെങ്കിൽ അതിനെ കഷ്ണങ്ങളായ പദാർത്ഥങ്ങളായി എൻ്റെ കിട്ടണം. ഈ വലിയ മണ്ണ് ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ എൻ്റെ ദാഹം തീരില്ല. ആ മണ്ണ് കുഴച്ച് കുടമാക്കി അതിൽ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചെങ്കിലല്ലേ എൻ്റെ ദാഹം തീരുകയുള്ളൂ. അപ്പൊ അതിനെ ഞാൻ എന്താക്കി മാറ്റണം? കുഴച്ച് കുടമാക്കി മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ എൻ്റെ ദാഹം തീർത്ത ആരാണ്? ഈ കുടമാണ്. അപ്പൊ ആരെ സ്തുതിക്കുകയാണ്? കുടത്തെ സ്തുതിക്കുകയാണ്, വെള്ളത്തെ സ്തുതിക്കുകയാണ്. അത്രയുള്ളൂ വേദം ചെയ്തത്. ആ സ്തുതികളൊക്കെ എവിടേക്ക് ചെല്ലും? മണ്ണിലേക്കല്ലേ ചെയ്യുക. ഈ മണ്ണാകട്ടെ അങ്ങയുടെ രൂപാന്തരമല്ലേ. അപ്പൊ ഈ സ്തുതി ആരിലേക്ക് എത്തും? അങ്ങയിലേക്ക് എത്തും. മുമ്പേ പറഞ്ഞില്ലേ, ചെരുപ്പിട്ട് മണ്ണിൽ കൂടി നടക്കുമ്പോൾ ഭൂസ്പർശം ഉണ്ടാകില്ല എന്ന് വെറുതെ അഭിമാനിക്കുന്നത് പോലെ കാല് നേരിട്ട് തൊടുന്നില്ലെന്നേ ഉള്ളൂ, നമുക്ക് ഭൂമിയിലേക്ക് സ്പർശിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് അനേക ദേവതാത്മകമായ വേദമന്ത്രങ്ങളിലെ സ്തുതി കാര്യരൂപമായ സമസ്ത പദാർത്ഥങ്ങളിലൂടെ അങ്ങയിൽ തന്നെയാണ് എത്തിച്ചേർന്നത്. അതഹ അതുകൊണ്ട്, ഇതാണ് കാരണം. ഋഷയ ഋഷിമാർ ദധുഹു ത്വയി മനോവചനാചരിതം. അതുകൊണ്ട് ഋഷിമാർ ദധുഹു ചെയ്തു ത്വയി അങ്ങയിൽ മനസ്സുകൊണ്ടും വചനം കൊണ്ടും ഉള്ള ആചരിതം ആചരണങ്ങളെ. മനോവചന ആചരിതം, മനസ്സുകൊണ്ടും വചനം കൊണ്ടുമുള്ള ആചരണങ്ങളെ, ഉള്ള പ്രവൃത്തികളെ ദധുഹു ധരിച്ചു. അതുകൊണ്ടാണ്
ഋഷിമാർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെയുള്ള ഓരോ പ്രവൃത്തികൾ നമുക്ക് എന്താണ് മനസ്സുകൊണ്ട് വിചാരിക്കാനും വാക്കുകൊണ്ട് പറയാനുമേ നമുക്ക് കഴിയുള്ളൂ. ഈ മനസ്സും വാക്കും ഒക്കെ അവിടെ എത്താൻ പറ്റില്ല. പക്ഷെ അതൊരു ഉപകരണമാണ്. അതിൽ കൂടി വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അതുകൊണ്ട് അങ്ങയെ തന്നെ മനോവാക്കുകൾ കൊണ്ട് ആരോടൊക്കെ എന്തൊക്കെ ആരെക്കുറിച്ച് വിചാരിച്ചാലും അതൊക്കെ അങ്ങേ ഉദ്ദേശിച്ചതായി വരാനേ തരവുള്ളൂ. ഇവിടെ എന്ത് വാക്കുച്ചരിച്ചാലും ആ വാക്ക് ബ്രഹ്മത്തിന്റെ വാക്കായി തന്നെ പരിണമിക്കും. കാരണം എന്താണ്? ഈ വാക്ക് അങ്ങയിൽ നിന്നുണ്ടായതാണല്ലോ. അതേപോലെ ആര് എന്ത് പ്രവൃത്തി ചെയ്താലും അത് അങ്ങയെക്കുറിച്ചുള്ള പ്രവൃത്തിയായിട്ട് മാത്രമേ പരിണമിക്കത്തുള്ളൂ. ദ്രുഹിണ വന്നി രവി ഇന്ദ്ര മുഖ അമരാഹ ജഗദിദം ന ഭവേത് പൃഥക് ഉദ്ധിതം ബഹുമുഖൈരപി മന്ത്രണൈഹി അജഹ ത്വം ഒരുമൂർത്തി അതോ വിനിഗദ്യഫി എന്ന് ഈ ഒരു ആശയത്തെ ശ്രീധരാചാര്യ സ്വാമികൾ ഒരു ചെറിയ ശ്ലോകത്തിൽ സംഗ്രഹിച്ച് അദ്ദേഹത്തിന് വ്യാഖ്യാനത്തിൽ ചേർത്തിട്ടുണ്ട്. ആ വരിയാണിത്. പറഞ്ഞ ആശയം തന്നെയാണ്, ഭാഷയൊന്ന് മാറ്റിയത് മാത്രമേ ഉള്ളൂ. ആശയം അത് തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മാവ്, അഗ്നി, ഇന്ദ്രൻ എന്നിങ്ങനെ ബഹുദേവന്മാരെ പറ്റി പറയുന്ന മന്ത്രങ്ങൾ വേദങ്ങൾ ധാരാളമുണ്ട്. അതെല്ലാം അങ്ങയിൽ നിന്നും അന്യം അല്ല. അങ്ങയുടെ തന്നെ അനേക രൂപത്തോടു കൂടിയവനാണ് എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റൂ. ബഹുദേവതാവാചികളായ ആ മന്ത്രങ്ങൾ അങ്ങയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. മനോ വചനാചരിതം ത്വയിദധു, അതെല്ലാം അങ്ങയിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങില്ലാത്ത ഒരു ദേവന്മാരും പ്രപഞ്ചത്തിലില്ല. അവരെല്ലാം അങ്ങയിൽ നിന്ന് ഉണ്ടായി അങ്ങയിൽ തന്നെ ലയിക്കുന്നതായതുകൊണ്ട് അഗ്നിയും ഇന്ദ്രനും ബ്രഹ്മാവും എല്ലാം അങ്ങയിൽ നിന്നുണ്ടായി അങ്ങയിൽ തന്നെ ലയിക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊക്കെ കാര്യസ്വരൂപികളാണ്, അങ്ങ് കാരണസ്വരൂപനാണ്. കഥം അയഥാഭവന്തി ഭുവി ദത്തപദാനി നൃണാം. കഥം എങ്ങനെയാണ്? അയഥാഭവന്തി അതെങ്ങനെ അന്യഥാഭവിക്കുന്നു. അയഥാഭവന്തി, അന്യഥ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് അയഥ, അത്രേ ഉള്ളൂ. അന്യഥ മറ്റു പ്രകാരത്തിൽ, അയഥ ഒരു പ്രകാരവും ഇല്ലാത്ത അവസ്ഥയിൽ. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അന്യഥ എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അന്യത്തെക്കാൾ കൊള്ളു മാറ്റിവെക്കാൻ വേണ്ടിയാണ് അയഥ എന്ന് പറഞ്ഞത്. കഥം അയഥാ ഭവന്തി ഭൂവി, ഭൂമിയിൽ ദത്തപദാനി നൃണാം, മനുഷ്യർ ഭൂമിയിൽ വയ്ക്കപ്പെട്ട കാലടികൾ എങ്ങനെയോ അങ്ങനെ തന്നെ അത് അന്യഥാ ഭവിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ കാലടികൾ വയ്ക്കുമ്പോൾ അത് ഒന്നുകിൽ കല്ലിലായിരിക്കും, മണ്ണിലായിരിക്കും, അല്ലെങ്കിൽ ചെരുപ്പിലായിരിക്കും, പലകയിലായിരിക്കും, സിമെന്റിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തരത്തിലുള്ള അനേക ടൈലുകളിലായിരിക്കും. എവിടൊക്കെ സ്പർശിച്ചാലും അത് ഭൂമിയിലേക്കുള്ള സ്പർശനമായിട്ടേ മാറാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. കാരണം ഇതെല്ലാം പൃഥ്വി വികാരങ്ങളാണ് ഇത് മുഴുവനും. അല്ലാത്ത വസ്തുവൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പം ഇതിനെല്ലാം കാരണം എന്ത് തന്നെയാണ്? പൃഥ്വി. അതുകൊണ്ട് പൃഥ്വി വികാരങ്ങൾ എന്തായിട്ട് മാറും? പൃഥ്വിയായിട്ട് മാറും. ഇതുപോലെ അങ്ങയിൽ നിന്ന് ഉണ്ടായി മറയുന്ന ദേവതകളൊക്കെ അങ്ങയുടെ തന്നെ സ്വരൂപമായിട്ട് മാറുക തന്നെ ചെയ്യും എന്ന് ഒരു ചോദ്യത്തിന്റെ മറുപടിയാണിത്. എന്തിനാണ് അനേക ദേവതകളെ വേദങ്ങളിൽ സ്തുതിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ്. ബൃഹദുപലബ്ധമേതത് അഭയന്ത്യവശേഷതയാം യഥ ഉദയാസ്തമയോ വികൃതിർനിർദിവ അവികൃതാത് അത ഋഷയോ ദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി
ദത്തപദാനി നൃണാം ബൃഹദുപലബ്ധമേതദഭയന്ത്യവശേഷതയാം യഥ ഉദയാസ്തമയോ വികൃതേർ മൃദിവാവികൃതാത് അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി. വായിച്ചു വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചു പോയില്ലെങ്കിൽ ഈ ശ്രുതിഗീത വായിക്കാനുള്ള വിഷമം അതാണ്. കഥമ യഥ എന്ന് നമ്മൾ വായിക്കുള്ളൂ. നമുക്ക് കഥ കഴിഞ്ഞിട്ട് ഈ മാ എവിടെ പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് കഥമ എന്നിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കറിയാവുന്നൊരു വാക്ക് യഥ എന്നാണ്. എന്നാൽ പിന്നെ യഥ കിടക്കട്ടെ എന്ന് വിചാരിക്കുള്ളൂ. അതുകൊണ്ടാണ് പഠിച്ചു വായിക്കുമ്പോൾ കഥം അയഥാ ഭവന്തി. മാ അവിടെ ഇല്ല, അനുസ്വാരമാണ്. അത് അനുസ്വാരം അകാരമായിട്ട് മാറി വന്നതാണ്. സന്ധ്യ ഇരിക്കുമ്പോൾ മാറും. കഥം അയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ബൃഹദ് ഉപലബ്ധം ഏതദവയന്തി അവശേഷതയാ. പദങ്ങളായിട്ട് ചൊല്ലി ഉറപ്പിക്കണം, എന്നിട്ട് കൂട്ടി വായിക്കാൻ ശ്രമിക്കാവൂ. അല്ലെ പലതും വിട്ടുപോകും. ബൃഹദ് ഉപലബ്ധം ഏതത് അവയന്തി അവശേഷതയ. ബൃഹദ് ഉപലബ്ധമേതത് അവയന്തി അവശേഷതയാ എന്നിടയ്ക്ക് നിർത്തി വായിച്ചാൽ ഒരു കുഴപ്പമില്ല. യഥാ ഉദയാസ്തമയോ വികൃതേ മൃദിവാവികൃതാത്. മൃദിവാവികൃതാത് എന്ന് വായിക്കരുത്. മൃദിവാ അവിടെ കോമയിട്ടുള്ളൂ. അവികൃതാത് ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യഥാ ഉദയാസ്തമയോ വികൃതേ മൃദിവാവികൃതാത് അത ഋഷയോ ദധു ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. മൂന്നാം പ്രാവശ്യം വായിച്ചപ്പോ കിട്ടിക്കാണെന്ന് തോന്നുന്നു. അതൊക്കെ വായിക്കണമെന്നൂടെ, അതോ ഇത് മതിയോ? ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക്, അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇതി തവ ഭൂരയസ്ത്യധിപതേ അഖിലലോകമലം ക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യതപാംസി ജഹു കിമുത പുനഃ സ്വധാമവിധുതാശയകാലഗുണാ പരമ ഭജന്തിയേ പദമജസുഖാനുഭവം. ഇതി തവ ഇങ്ങനെ അങ്ങയുടെ ഭൂരേഹ പണ്ഡിതന്മാർ, സൂചികൾ, അറിവുള്ളവർ, വിദ്വാൻമാർ, ത്യധിപതേ മൂന്ന് ഗുണങ്ങളുടെ അധിപനായിരിക്കുന്ന ത്രി അധിപതേ. പൂരേഹ വിസർഗം പോയി കഴിഞ്ഞാൽ പിന്നെ ഫ ഇല്ല. ഫ ഇല്ലെങ്കിൽ പിന്നെ ത്രിയ എന്ന് മാത്രമേ ഉള്ളൂ. അത് ത്യധിപതിയായിട്ട് സന്ധ്യ മാറുന്നതാണ്. പൂരയ ത്യധിപതേ. അവിടെ സ്ത്രീ എന്നൊരു വാക്കേ ഇല്ല. ഇതി തവ പൂരയ ത്യധിപതേ. ത്രിഗുണങ്ങളുടെ പതിയായിരിക്കുന്ന അഖിലലോക സകല ലോകങ്ങളുടെയും പാപങ്ങളെ നശിപ്പിക്കുന്ന അഖില ലോക മല ക്ഷപണ. അഖില ലോകങ്ങളുടെയും മലത്തെ, മലം മാലിന്യം ക്ഷപണം ചെയ്യുക, നശിപ്പിക്കുക. അഖില ലോക മലക്ഷപണ കഥാമൃതാബ്ധിമവഗാഹ്യ. എല്ലാ ലോകങ്ങളിലെയും സമസ്ത മാലിന്യങ്ങളെയും നശിപ്പിക്കുന്ന കഥാമൃതമാകുന്ന സമുദ്രത്തെ, കഥാമൃതാബ്ധിം, കഥാമൃതമാകുന്ന അബ്ധിയിൽ അവഗാഹ്യ മുങ്ങിക്കുളിച്ചിട്ട്, മുഴുകിയിട്ട് തപാംസി ജഹു തപസ്സുകളെ, ജഹുഹു ഉപേക്ഷിക്കുന്നു. ഇവിടെ തപസ് താപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഞാൻ മുമ്പേ പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്ക് തപസ് എന്ന് വെച്ചാൽ തപിക്കുക. തപിക്കുക എന്ന് വെച്ചാൽ സന്തപിക്കുക, ദുഃഖിക്കുക എന്നർത്ഥം. ഇവിടെ തപാംസി എന്ന് വെച്ചാൽ ദുഃഖങ്ങളേതാണ്, മറ്റേ തപസ്സല്ല. ഞാൻ ആദ്യം ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് വാച്യാർത്ഥത്തിലേക്കല്ല പലപ്പോഴും പല വാക്കുകളും പോവുക. അത് വിട്ട്
അതുമായിട്ട് ബന്ധമുള്ള മറ്റൊരർത്ഥത്തിലേക്ക് പോകും. ഇവിടെ തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് പിടിക്കുക, ചിന്തിക്കുക, ചൂടാകുക. വിഷമാവസ്ഥ വരുമ്പോൾ അതിനോട് ഫം ഉപസർഗം ചേർത്തപ്പോൾ സന്താപം, ദുഃഖായി. ഇത് തന്നെയാണ് തപിക്കുക, തപസ് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചത് തന്നെയാണ്. അപ്പൊ അതിലെ ആ താപാംശത്തെ മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി ഉപേക്ഷിച്ചു. ജഹത് അജഹത്ത് അത് ലക്ഷണമായിട്ട് സ്വീകരിക്കുന്നു. ഇത് വിദഗ്ധമായിട്ടാണ് ഇവിടെയൊക്കെ ശാസ്ത്രത്തെ സന്നിവേശിപ്പിച്ചത്. ഒരു ഭാഗവത പുരാണത്തിൽ എന്ത് മനോഹരമായിട്ടാണ് ശാസ്ത്രവാദങ്ങളെ ഋഷികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം തപാംശി ജഹുഹു ഉപേക്ഷിക്കുക എന്നർത്ഥം. തപാംശി ജഹുഹു, തപസ്സിനെ ഉപേക്ഷിക്കും എന്ന് പറയരുത്, സന്താപത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിദ്വാൻമാരെ ത്രിഗുണങ്ങളിലെ അധിപതിയായിരിക്കുന്ന അഖില ലോകങ്ങളുടെ മലത്തെ ഇല്ലാതാക്കുന്ന ആ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് സന്താപത്തെ ഇല്ലാതാക്കുന്നത് അതുകൊണ്ടാണ്. കാര്യകാരണങ്ങളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണ് വിദ്വാൻമാർ. അവര് വേദത്തിന്റെ വഴിയിൽ കൂടി തന്നെ സഞ്ചരിച്ചു പോയി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ള 3 ശക്തിക്ക് കാരണമായിരിക്കുന്ന 3 ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. സത്വം ഇച്ഛാശക്തി, ജ്ഞാനശക്തിയും, രജസ് ഇച്ഛാശക്തിയും, തമസ് ക്രിയാശക്തിയുമാണ്. അപ്പൊ ഈ 3 കാരണമായിരിക്കുന്ന ഈ 3 ഗുണങ്ങളെ അടക്കിയിരിക്കുന്ന മായയെ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് കഥാമൃതമാകുന്ന സമുദ്രത്തിൽ ഇറങ്ങി ദുഃഖങ്ങളെ ഉപേക്ഷിച്ചു. ഇങ്ങനെ കഥാശ്രവണം കൊണ്ട് ദുഃഖം നശിക്കുന്ന സ്ഥിതിക്ക് സ്വസ്വരൂപ ദർശനം, സ്വസ്വരൂപത്തിന്റെ പ്രകാശം കൊണ്ട് ഉള്ളിലുള്ള രാഗാദികളായ ദ്വേഷങ്ങളൊക്കെ മാറിയിട്ട് കാലധർമ്മമായ ജരാമരണങ്ങളോടുകൂടി അതും വേർപിരിഞ്ഞിട്ട് അഖണ്ഡമായ ആനന്ദത്തെ അനുഭവിക്കാൻ കാരണമായിത്തീരുന്നു. തപാംസി ജഹുഹു, ദുഃഖത്തെ ഉപേക്ഷിക്കുന്നു. കിമുത പുനഃ, കിമുത പിന്നെ ആകട്ടെ, പുനഃ വീണ്ടും, സ്വധാമ വിധുതാശയ കാലഗുണാഹ, സ്വരൂപകാന്തി കൊണ്ട്, സ്വധാമം സ്വന്തം ഇരിപ്പിടത്തിന്റെ സ്വരൂപത്തിന്റെ കാന്തി കൊണ്ട്, വിധുത ആശയ നശിപ്പിക്കപ്പെട്ട, വിധുതമായ തൂത്തു തുടച്ചു കളഞ്ഞ, ആശയം അന്ധക്കരണം എന്നർത്ഥം. ആശയങ്ങൾ എവിടെയാ ഉണ്ടാവുക? അന്ധക്കരണത്തിൽ. അതുകൊണ്ട് ആശയത്തിന് അന്ധക്കരണം എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വന്നതാണ് ഇതെല്ലാം. അന്ധക്കരണത്തിൻ്റെയും വിധുതാശയ കാലഗുണാഹ, കാലത്തിൻ്റെയും ഗുണങ്ങളോട് കൂടിയവരായിട്ട്. ആരാണോ സ്വരൂപകാന്തി കൊണ്ട്, കാരണം ഇവർ തപസ്സിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് അന്ധക്കരണം പരിശുദ്ധരായി തീർന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യ സ്വരൂപമായ ബ്രഹ്മത്തിന്റെ ആ കാന്തി കൊണ്ട് അന്ധക്കരണത്തിൽ അല്പമെങ്കിലും അവശേഷിച്ചിരിക്കുന്ന സമസ്ത എന്താണ്, കാലത്തിൻ്റെയും ഗുണത്തോടും കൂടിയവരായിട്ട്. ഇനിയുള്ളത്
കാലവും ഗുണവുമാണ് അന്ധകരണത്തിൽ അവശേഷിക്കുന്നത്. അതിനെയും കൂടി മാറ്റിക്കളഞ്ഞിട്ട് ഹേ പരമ ഭജന്തി ഏ പദം അജഫ്രസുഖാനുഭവം. അജഫ്രസുഖാനുഭവം, എല്ലായ്പ്പോഴും സുഖത്തിന് അനുഭവത്തോടു കൂടിയ അങ്ങയുടെ പദത്തെ സ്വരൂപത്തെ ഭജന്തി ഭജിക്കുന്നു. തേ അവർ കിമു, ഇന്നിങ്ങനെ പറയണമുണ്ടോ? തീർച്ചയായിട്ടും അവരത് ഭജിക്കുക തന്നെ ചെയ്യുക. അന്ധക്കരണം കൊണ്ട് പരിശുദ്ധരായി തീർന്നിട്ട് അവർ അങ്ങയെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് ഉറപ്പാണ്. അത് പിന്നെ വീണ്ടും എടുത്ത് വേറെ ആരെ ഭജിക്കാൻ? ഇവിടെ ഭജിക്കാൻ മറ്റാരും തന്നെ ഇല്ല. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കിമു എന്നൊരു വ്യാക്ഷേപകം പ്രയോഗിച്ചത്. വേദമന്ത്രോച്ചാരണം കൊണ്ട് തന്നെ അന്ധക്കരണം ശുദ്ധമായി ഭഗവത്പാദങ്ങളിലേക്ക് എത്താം എന്ന് ഉപസംഹരിക്കുകയാണ്. കിമുത പുന സ്വധാമവിധുത ആശയ കാലഗുണാഹ പരമ ഭജന്തി ഏ പദം അജഫ്രസുഖാനുഭവം. നമ്മൾക്ക് വേണ്ടത് അജഫ്രസുഖമാണ്. അജഫ്രസുഖം, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സുഖം. അതിൻ്റെ മറ്റൊരു പേരാണ് ആനന്ദം. ആനന്ദം, ആ എന്ന വാക്കിന് അന്തിമം വരെ എന്നർത്ഥം. അന്തിമം വരെയും നന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് ആനന്ദം എന്ന്. അപ്പൊ എന്താണ്? ഇടയ്ക്കു മാഞ്ഞു പോവാതിരിക്കുന്ന സുഖം, അതിന്റെ പേരാണ് ആനന്ദം എന്ന്. അതുകൊണ്ട് ഈ അജഫ്രസുഖാനുഭവം നൽകുന്ന ഒരു പദം അങ്ങയുടെ സ്വധാമമായ സ്ഥാനമായ ബ്രഹ്മപദം മാത്രമാണ്. സൂരികൾ അതിനെയാണ് ഭജിക്കുന്നത്, അതിനെയാണ് സ്തുതിക്കുന്നത്. കിമുത, പിന്നെ പറയേണ്ടതുണ്ടോ? വേറെ എന്തിനെ സ്തുതിക്കാൻ? കാലിന്റെ മാഹാത്മ്യം, കാലിനെ അധികം ഏറ്റവും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാൽപാദങ്ങളുടെ മഹത്വങ്ങളും മഹാത്മ്യങ്ങളും പാടിപ്പുകർത്തുന്നതോട് പോലെ തന്നെയല്ലേ ചെരുപ്പിന്. എന്താ ചെരുപ്പ് നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ചെളിയൊക്കെ കളഞ്ഞ് കഴുകി ഉണക്കി സൂക്ഷിച്ചാണ് കാലിലിടുക. കാലിനെ പോലെ തന്നെ ചെരുപ്പിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നത്. അതിനെ അവഗണിക്കില്ല. കേടായാൽ നന്നാക്കിയെടുക്കും, അല്ലെങ്കിൽ മാറ്റും, വേറൊന്ന് ഉണ്ടാക്കും. കാരണം അത് സുരക്ഷിത കവചമാണ്. അത്രത്തോളം നമുക്ക് ഇതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ പിന്നെ സൂരികളായ പണ്ഡിതന്മാർ ലോകത്തിലുള്ള സമസ്ത മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്ന അങ്ങയുടെ കഥാമൃതമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് സന്താപത്തെ ഇല്ലാതാക്കി അവരുടെ ഉള്ളിലുള്ള അന്ധക്കരണത്തിലെ കാലഗുണങ്ങളെയും കൂടി മാറ്റിക്കളഞ്ഞിട്ട് അജഫ്രമായ സുഖാനുഭവത്തെ കിട്ടാൻ വേണ്ടി അങ്ങയുടെ പാദപങ്കജങ്ങളെ ഭജിക്കുന്നു. അതിലെന്ത് അത്ഭുതയിരിക്കുന്നു? വേറെ എന്തിനെ ഭജിക്കാൻ? മറ്റൊന്നും ഭജിച്ച ആവശ്യമില്ല. ഈ സ്തുതികളൊക്കെ ബ്രഹ്മസ്വരൂപത്തിലേക്കാണ് ചെന്നു ചേരുന്നത്, മറ്റൊന്നിലേക്ക് അല്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് എന്താണ് വേദങ്ങളുടെ സ്വരൂപം എന്താണ്, ലക്ഷ്യം എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വിദ്വാൻമാര് തപസ് ചെയ്യും, ദാനം ചെയ്യും, യജ്ഞം ധാരാളം അനുഷ്ഠിക്കും. അതേപോലെ അവര് ഇതെല്ലാം ചെയ്യുന്നത് വളരെ എളുപ്പം ബ്രഹ്മപദത്തിലേക്ക് ചെന്നു ചേരാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇതൊക്കെ മായ കൊണ്ടും ത്രിഗുണം കൊണ്ടും ഉണ്ടായതാണ്. അതിൻ്റെ ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്തുതി.
എത്ര യജ്ഞം ചെയ്താലും ആ യജ്ഞം ത്രിഗുണങ്ങളിൽ അന്തർഭവിക്കുന്നതാണ്. ദാനം ചെയ്താലും തപസ് ചെയ്താലും ഒക്കെ ത്രിഗുണങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അതാരുടെയാണ്? മായയുടേതാണ്. അപ്പൊ എന്താണ്? അങ്ങയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞിട്ട് മായയുടെ മാർഗത്തെ ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യാനന്ദാനുഭൂതിയിൽ ഈ വിദ്വാൻമാർ നിമജ്ജരാകും. ഇത് തർക്കിക്കാനൊന്നുമില്ല, ഇത് ഉറപ്പാണ്. എന്ന് ഈ മന്ത്രത്തിൽ എന്തിനാണ് ഈ ഭഗവത് സ്തുതിയുടെ ആവശ്യകത എന്താണ് എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഋഷി ഉദ്ദേശിച്ചത്. ഇതി തവ ഭൂരയത്രധിപതേ അഖിലലോകമലക്ഷപണകഥാമൃതാബ്ധിമപഗാഹ്യതപംസി ജഹു. ഒന്നിച്ച് വായിക്കണമെന്നില്ല, നിർത്താം. ഇതി തവ പൂരേഹ ത്ര്യധിപതേ അഖിലലോകമല ക്ഷപണ കഥാമൃതാബ്ധിം അവഗാഹ്യ തപാംസി ജഹു. കിമുത പുനഃ സ്വധാമ വിധുതാശയ കാലഗുണാഃ പരമ ഭജന്തി ഏ പദം അജഫ്രസുഖാനുഭവം. ഇങ്ങനെ പദങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി വായിച്ചിട്ട് കൂട്ടിച്ചേർക്കണം. ഇതി തവ ഭൂരയത്രധിപതേ അഖിലലോകമല ക്ഷപണകഥ അമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു. കിമുത പുനഃസ്വധാമവിധുതാശയകാലഗുണാ പരമഭജന്തിയേ പദമജഫ്രസുഖാനുഭവം. ഇതി തവ ഭൂരയത്രധിപതേ അഖിലലോകമല ക്ഷപണകഥ അമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു. കിമുത പുനഃസ്വധാമവിധുതാശയകാലഗുണാം പരമഭജന്തിയേ പദമജഫ്രസുഖാനുഭവം. ഇതി തവ ഭൂരയത്രധിപതേ അഖിലലോകമല ക്ഷപണകഥ അമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു. കിമുത പുനഃസ്വധാമവിധുതാശയകാലഗുണാം പരമഭജന്തിയേ പദം അജഫ്രസുഖാനുഭവം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ. എന്തായാലും ഒരു ശ്ലോകം കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. എടുത്ത് തുടങ്ങി വെച്ചാൽ പറ്റില്ല, ഒരു അരമണിക്കൂറെങ്കിലും വേണം. അടുത്തൊരു ശ്ലോകം ഒരു ഉദാഹരണം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. കാരണം ഇത്തിരി ഗഹനമായ വിഷയമായതുകൊണ്ട് ഒത്തിരി കോരി കുടിച്ച് ദഹിക്കാതെ വരണ്ട. കുറേശ്ശെ കുടിച്ച് ദഹിച്ചിട്ട് അടുത്ത് ബാക്കി കഴിച്ചാൽ മതിയാകും. എങ്കിൽ ഇവിടെ നിർത്താം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്ത് എന്നുള്ള വായിക്കുന്നത് വായിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് പോയിക്കുന്ന വളരെ എളുപ്പമായി. ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഇവിടെ കാലത്തിനെ ഉദ്ദേശിക്കുന്നത് എന്താ? കാലം, ആശയ കാലഗുണ എന്ന് പറയുന്നില്ലേ? അപ്പം കാലം ഏത്? സ്വധാമ വിധുതാശയ. ആശയ കാലഗുണ. ഗുണം മനസ്സിലാകും, കാലം ആശയത്തിലുള്ള കാലഗുണങ്ങൾ. ആശയം അന്ധക്കരണം, അതറിയാം. ഗുണം കാലം എന്ന് പറഞ്ഞ സമയം ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, കാലമാണല്ലോ ത്രിഗുണങ്ങൾക്ക് ആധാരം. ആദ്യം ഉണ്ടായത് കാലമല്ലേ? കാലത്തിൽ മായയിൽ നിന്ന് ത്രിഗുണങ്ങൾ. അങ്ങനെയാണല്ലോ ഇത് സൃഷ്ടിക്രമം നമ്മൾ ആദ്യം പഠിച്ച എങ്ങനെയാണ്. അപ്പം അന്ധക്കരണത്തെ ബാധിക്കുന്നതാണ് ഈ കാലവും ഗുണവും ഒക്കെ. കാലം എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണുന്ന സമയം മണിക്കൂറൊന്നും അല്ല. ചലനാത്മകമായ ഒരു അവസ്ഥയാണ് കാലം. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പണ്ടത്തെ എത്രയോ ക്ലാസ് നമ്മൾ പറഞ്ഞത്. ചലനമാണ് കാലത്തിന്റെ സ്വഭാവം. അന്ധക്കരണങ്ങൾ നിശ്ചലമാകണം. അപ്പൊ ആ കാലത്തെ ജയിക്കണം. അന്ധക്കരണങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പൊ കാലത്തെ കൂടി എന്ത് ചെയ്യണം? അതിൽ നിന്ന് മാറ്റിയിട്ട് അപ്പൊ ഗുണവും മാറും. അപ്പോഴാണ് അതിന്റെ സ്വധാമ പ്രകാശം ഉണ്ടാകാൻ പറ്റും. നമ്മൾ ഉപനിഷത്തിൽ ബ്രഹ്മം എന്താണെന്ന് പഠിച്ചു. ഇത് ബ്രഹ്മത്തിനെ സ്തുതിക്കുക അല്ലേ? അതെ അതെ. ആ ശ്രുതി ഗീത എന്നല്ലേ എന്റെ പേര്. മറ്റേ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയതേ ഉള്ളൂ. അതെ, ഇത് അതിനെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്.
വേദസ്തുതിയുടെ പ്രസക്തി എന്താണെന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സാർ ഇവിടെ ഇപ്പം നമ്മള് സാഖ്യദർശനത്തിൽ കണ്ട ആ ജഗതുൽപത്തിയെ വേദാന്തത്തിന്റെ ഭാഷയിൽ വേദാന്ത ദർശനത്തിന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നത്. അതെ 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 അതെ. ഓരോ ശ്ലോകങ്ങളും ഇവിടെ പൂർവപക്ഷത്തിന്റെ ആശങ്കയെ കണക്കിലെടുത്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ പൂർവപക്ഷം പറയില്ല, അവതരിപ്പിച്ച് കൊണ്ടുപോവാണ്. പൂർവപക്ഷം പറയില്ല. പക്ഷെ പറയൂ. അതുകൊണ്ട് നമ്മൾ പൂർവപക്ഷത്തെ ഊഹിച്ചെടുക്കണം. അവിടെ ആ ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞു പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താ നമുക്ക് ആശങ്ക വരും. വെറുതെ ഇങ്ങനെ വായിച്ചു വിട്ടുമ്പോ അത്രേ ഉള്ളൂ. കാരണം ആ വിഷയാവതരണം ആ രീതിയിൽ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട്. അതെ 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 അതെ. കാരണം സാഖ്യദർശനത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യമാർന്ന ഘടകങ്ങളെല്ലാം എണ്ണം പറഞ്ഞ് റെഡിയാക്കി പറഞ്ഞ് നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്നും കൂടി പറഞ്ഞു വെച്ചിട്ട് അത് ഭാഗവതത്തിലേക്ക് കടന്നു. അപ്പൊ ചോദിച്ചു, ബ്രഹ്മത്തെ സ്തുതിക്കുന്നതിന് പകരം ഇവരെയൊക്കെ എന്തിനാ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടിയാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ തന്നെ അതൊന്നുമില്ല, എല്ലാം അവിടെ തുടങ്ങുന്നു, അവിടെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭൂമി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ചെരുപ്പിട്ട് നടക്കുന്ന പോലെ ഉള്ളൂ. അതെ, ഭൂമിയിലല്ലേ ചവിട്ടുന്നത്, പിന്നെ വേറെ എവിടെയാ? അത് ഏറ്റവും പറയാൻ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒരു ഉദാഹരണമില്ല. അതുകൊണ്ടാണ് ഇന്ന് പരിചയമായ ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും അറിയാവുന്നതാണ്. ഞാൻ മണ്ണിൽ തൊടില്ല, ഭൂമിയിൽ തൊടില്ല, ചെരുപ്പിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഈ ചെരുപ്പ് എവിടെയാ തൊടുക? അതറിയുന്നില്ലല്ലോ. അതുപോലെയാണ് നിങ്ങൾ വേറെ ഇന്ദ്രാദികളായ എത്രയെത്ര ദേവതകളെ സ്തുതിച്ചാലും അത് ബ്രഹ്മത്തിന്റെ സ്ത്രീയായിട്ട് തന്നെ മാറും. എത്ര ചെരുപ്പിട്ടാലും നിങ്ങൾ മണ്ണിന്റെ ചവിട്ടാൻ പറ്റുള്ളൂ. ആരെ സ്തുതിച്ചാലും എവിടെ സ്തുതിച്ചാലും എപ്പോൾ സ്തുതിച്ചാലും എങ്ങനെയായാലും അത് അവിടേക്ക് ചെന്നെത്തുള്ളൂ. വന്ന് നിൽക്കും, യാതൊരു വ്യത്യാസമില്ല. എത്ര വിദഗ്ധമായിട്ടാ മറുപടി പറഞ്ഞത്. അതെ അതെ. ഈ ആ ചോദ്യം ഇല്ലാത്തില്ല, ഞാൻ ആ ചോദ്യം ഉന്നയിച്ചിട്ടാണ് ഉത്തരം മാത്രമേ ഞാൻ ചോദിച്ചത്. ആ പൂർവപക്ഷത്തിന്റെ ആകാംക്ഷയും കൂടെ ഇതിനകത്ത് പരിഹരിച്ച് കൊണ്ടാണ് പോകുന്നത്. അതല്ല, നീ സ്തുതിഗീത ശാസ്ത്രം പഠിക്കുന്ന പോലെ രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സാറിന്റെ മുമ്പിൽ ഇരുന്നത് ഓരോ ശ്ലോകങ്ങളും ഇങ്ങനെ നമ്മള് എന്താ പറഞ്ഞ ആ ഒരു എന്നാലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് പോകാന്ന് വിചാരിച്ചത്. അതിന് വെറുതെ ഇതിപ്പോ എന്താണ് 10-27 ശ്ലോകം ഒന്നിച്ച് വേണമെങ്കിൽ 2-3 വാക്കുകളുടെ ആശയം പറഞ്ഞു വിടും, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്നും മനസ്സിലായില്ല. പറഞ്ഞവർക്ക് അറിയില്ല, കേട്ടവർക്ക് അറിയില്ല, ഒന്നുമില്ല. അല്ല, ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് എത്താൻ ഇത്തിരി പാടാണ്. ഇതിന്റെ സ്വഭാവം അതാണ്. വെറുതെ ഏതൊരു ശ്ലോകവും പറഞ്ഞു വിടുന്നത് പോലെ ആകത്തു. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നുള്ള ചില ഉദാഹരണം കൂടി കൊണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും വിചാരിച്ച് പോകുന്നതുകൊണ്ടാണ്. അതന്നെയല്ലേ ഇത്രയും നമ്മള് ഭാഗവതം കൈകാര്യം ചെയ്തിട്ട് ഇത് കുറച്ചെങ്കിലും ഉൾക്കൊള്ളാതെ കൊണ്ട് പോയിട്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഈ ദശമം തീരാൻ പോകല്ലേ, ഇവിടെയാണ് ഈ ശുദ്ധഗീതയുടെ പ്രസക്തി കൊണ്ടുവച്ചത്. അപ്പൊ നമുക്ക് ഇത്തിരി പതുക്കെ പോകാൻ പറ്റും. 2 ശ്ലോകമൊക്കെ ദിവസം തീരുന്നുള്ളൂ. പതുക്കെ നമുക്ക് നോക്കാം. അത് തന്നെയല്ലേ വൃത്തവും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ളത്. ഹരണിയും ശിഖരണിയുമാണല്ലോ നമുക്കിപ്പോ അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റാത്ത 2 വൃത്തം. പിന്നെ പറ്റും. പസന്തോ നാമാനി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോ അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് പക്ഷെങ്കില് ഇതിന്റെ ആ യതികളൊക്കെ മാറി മറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പദം പിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂട്ടി ചേർക്കുന്ന കൊണ്ടാണ്. എന്നാലേ വായിക്കാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ഹ്രസ്വം അല്പം ഒന്ന് ദീർഘമാവുകയോ തിരിച്ചു വായി കഴിഞ്ഞാൽ വായന കിട്ടത്തില്ല. അതല്ല, നമ്മൾ പരിചയിക്കുന്ന പദങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പറ്റത്തില്ല. അത് മറ്റൊന്ന് കാരണം അത് സാർ ആദ്യമേ പറഞ്ഞല്ലോ. കാരണം വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥം, ലാക്ഷണ ഒരുപാട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പല വാക്കിലും അന്നിനോട് പറഞ്ഞില്ലേ, ഇത് ഇടയ്ക്ക് എവിടേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പറയണം. ജഹ ലക്ഷണ എന്താ പല ആ തപസ് എന്നുള്ള പദത്തെ സ്വീകരിച്ചിരിക്കുന്ന അതാണ്.
അപ്പം അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യമല്ലേ ശരിയാവും എന്ന് വെച്ചാൽ ഗംഗായാം ഘോഷ. അതെ, അതുപോലെ. പിന്നെ ഇത് വായിക്കാൻ ഇത്തിരി കഷ്ടമാണ്, മറ്റേ പോലെ എളുപ്പമല്ല. അല്ല, പക്ഷെ കുറെ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി നാക്കൊന്ന് തിരിഞ്ഞു വന്നെങ്കിലേ ശരി. അതെ, വേണ്ടടുത്ത് കോമയിട്ട് അടയാളപ്പെടുത്തി മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ വായിക്കാൻ പറ്റും, കുഴപ്പമില്ല. ആർക്കെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? ഇല്ലെങ്കിൽ ഉപസംഹരിക്കാം, നമുക്ക് ബാക്കി അടുത്ത ദിവസത്തേക്ക് നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം സാർ. ഹരി ഓം സാർ. ഹരി ഓം. ഹരി ഓം സാർ. അതൊന്നും കേട്ടെ.